ഫിസിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഫിസിക്സിൻ്റെ ഒരു ക്ലാസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് റെസ്റ്റ് ആൻഡ് മോഷൻ ആണ്. റെസ്റ്റ് ആൻഡ് മോഷൻ. റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്റ്റ് ചെയ്യുക, അനങ്ങാതിരിക്കുക, അത് തന്നെയാണ്. എ ബോഡി ഈസ് സെറ്റ് ടു ബി in a state of rest if its position does not change with respect to its surroundings. സറൗണ്ടിങ്സ് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, ആ ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെ നമുക്കത് റെസ്റ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി മോഷൻ എന്ന് പറഞ്ഞാലോ, എ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സ് കമ്പയർ ചെയ്യുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യുന്നു, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. അതിന് നമ്മൾ എന്ത് പറയാം, മോഷൻ എന്ന് പറയാം. ഇനി ഈ റെസ്റ്റും മോഷനും അത് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ആണ്. അതിലാദ്യത്തത് മെക്കാനിക്സ് ആണ്. മെക്കാനിക്സിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് മെക്കാനിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് ഈസ് കോൾഡ് മെക്കാനിക്സ്. മെക്കാനിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു ഒബ്ജക്ട്സിൻ്റെ മോഷൻ, ഒരു ഒബ്ജക്ട്സിൻ്റെ മൂവ്മെൻറ്റ്സ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡൈനാമിക്സ് കൊടുത്തിട്ടുണ്ട്. ഡൈനാമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് കോസസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ മോഷൻ. ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാരണങ്ങളും കോസസ് ആൻഡ് ചേഞ്ചസ് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഡൈനാമിക്സ്. അപ്പോൾ മെക്കാനിക്സും ഡൈനാമിക്സും ചെറിയ വ്യത്യാസമാണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഡൈനാമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ഓഫ് കോസസ് ആൻഡ് ചേഞ്ചസ് ഇൻ മോഷൻ. ഇനി ഗൈഡിൽ ഞാൻ അടുത്ത ടോപ്പിക് കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, സ്പീഡ്, വെലോസിറ്റി. അപ്പോൾ ആദ്യം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ആക്ച്വൽ ലെങ്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം ഡ്യൂറിങ് മോഷൻ ഈസ് കോൾഡ് ഡിസ്റ്റൻസ് ഓർ പാത്ത് ലെങ്ത്. ഒരു ബോഡി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു, ആക്ച്വൽ ലെങ്ത് ട്രാവൽ ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ എറണാകുളത്തേക്ക് പോകുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാർ ഓടിച്ച് പോവുകയാണെങ്കിൽ കാർ ഓടിച്ച് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ആയിട്ട് അവസാനം എവിടേക്ക് എത്തുന്നു, എറണാകുളത്ത് എത്തുന്നു. ആ മൂവ് ചെയ്ത പാത്ത് മൊത്തം ദ ആക്ച്വൽ ലെങ്ത്, ആ ഫുൾ ലെങ്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം. ഒരു ടൈമിലായിരിക്കും ഒരു 2 മണിക്കൂർ എടുത്തുണ്ടെന്ന് വിചാരിക്കുക തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തെത്താൻ. അപ്പോൾ ആ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈമിൽ എത്ര ഇങ്ങനെ നമ്മളിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പോയിണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്കേലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി ഒക്കെ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് വിച്ച് ഓൺലി ഹാസ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. നമ്മൾ അങ്ങോട്ട് എറണാകുളത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ അങ്ങോട്ട് വളഞ്ഞ് തിരിഞ്ഞ് ഒറ്റൊരു ഡയറക്ഷനിലല്ല പോവുക. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിനെന്തേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ്. ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഇത്ര കിലോമീറ്റർ, 70 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. 70 കിലോമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നതാണ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്തില്ല, ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിസ്റ്റൻസ്. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ചെറിയ വ്യത്യാസമാണുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഞാൻ തൃശ്ശൂരായിരുന്നു ഇരുന്നത്, പിന്നെ എവിടേക്ക് എത്തി, ഞാൻ എറണാകുളത്തേക്ക് എത്തി. അപ്പോൾ തൃശ്ശൂർ ഇവിടെ കിടക്കുന്നു, എറണാകുളം ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഇത്ര ഒരു ഇത് മാത്രം സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്, ഇവിടുന്ന് അവിടേക്ക് എത്തി. ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്, തൃശ്ശൂരിലിരുന്ന ഒബ്ജക്റ്റ് ഇപ്പോൾ എവിടെ എത്തി, എറണാകുളത്തേക്ക് എത്തി. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളതിൽ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ തൃശ്ശൂരിലിരുന്നത് എവിടേക്ക് എത്തി, എറണാകുളത്തേക്ക് എത്തി, സ്ട്രെയിറ്റ് ആയിട്ട് എത്തി. അപ്പോൾ ഒരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ഷനുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. കറക്റ്റ് അല്ലേ? കാരണം നമ്മളിവിടെ തൃശ്ശൂരിൽ നിൽക്കുന്നു, തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോയിട്ട് അവസാനം എറണാകുളത്ത് എത്തുന്നു. ഇവിടുന്ന് നേരെ ഇവിടേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പഴയ ഇതിൽ കൂടി പോയിട്ട് ഒരു എറണാകുളത്ത് എത്തുന്നു, അത് ഡിസ്റ്റൻസ്. പക്ഷേ ഇവിടുന്ന് നേരെയുള്ള സ്ട്രെയിറ്റ് ഈ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഡിസ്പ്ലേസ്മെൻറ്റിനപ്പം എന്തോ ഡയറക്ഷൻ ഉണ്ട്. ഏത് ഡയറക്ഷനിലാണ്, ഒരു ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ട്, ബോത്ത് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് സ്കേലാർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയും ആണ്.
ഇനി അടുത്തത് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്പീഡും വെലോസിറ്റിയുമാണ്. സ്പീഡും വെലോസിറ്റിയും നമുക്ക് ഏകദേശം സെയിം ആയിട്ട് തോന്നും, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ എ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് സ്പീഡ് ഓഫ് ദ ബോഡി. സ്പീഡ് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ ഒരു യൂണിറ്റ് ടൈം, ഒരു പ്രത്യേക ഒരു ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീഡായിട്ട് പറയുന്നത്. ഇനി വെലോസിറ്റിയോ, വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഓർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ടൈം. ശരിക്കും ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ആണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ടൈം. സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി പക്ഷെ എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് രണ്ടിൻ്റെ എന്ത് തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അടുത്തത് ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ മൂവിങ് ബോഡി വിത്ത് ടൈം ഈസ് കോൾഡ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പതുക്കെ പോകണമെങ്കിൽ പിന്നെ സ്പീഡ് കൂട്ടുന്നു, അതാണ് ആക്സിലേറ്റർ. നമ്മൾ ആക്സിലേറ്റർ ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ കാർ ഓടിക്കുമ്പോൾ ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ ആ സ്പീഡ് കൂടുന്നതിൻ്റെ ആ ഒരു ഇത്, അതിനാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് പെട്ടെന്ന് ഇങ്ങനെ കൂടി വരിക എന്നർത്ഥം. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി സ്പീഡ് കൂടുന്നതിൻ്റെ ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച്. ആദ്യം 5 ആയിരുന്നു, പെട്ടെന്ന് അത് 50 കിലോമീറ്ററായി, പെട്ടെന്ന് അത് 100 കിലോമീറ്ററായി. ആ ഒരു സ്പീഡ്, ആ ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിലറേഷൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ മൂവിങ് ബോഡി വിത്ത് ടൈം, സമയം നോക്കുന്നുണ്ട്, ഈസ് കോൾഡ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ സ്പീഡ് കൂടി പോവുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീസിലറേഷൻ. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ മൂവിങ് ബോഡി ഡിക്രീസസ്, ഒരു മൂവിങ് ബോഡിയുടെ വെലോസിറ്റി കുറഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷനാണ്. റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. റൊട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ആക്സിസ് ഉണ്ടാവും, ആ ആക്സിസിൽ കടന്ന് നമ്മളിങ്ങനെ കറങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്, റൊട്ടേഷൻ. ഇഫ് ദി ആക്സിസ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് വിത്തിൻ ദ ബോഡി ഇറ്റ്സ് മോഷൻ ഈസ് സെറ്റ് ടു ബി സ്പിൻ മോഷൻ ഓർ റൊട്ടേഷണൽ മോഷൻ. അതായത് എർത്ത് ഇങ്ങനെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, എർത്ത് ഇങ്ങനെ കറങ്ങുന്നു. എർത്ത് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഇൻ 24 hours. അങ്ങനെയാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ആക്സിസിൽ ഇങ്ങനെ നിന്നിട്ട് എർത്ത് ഇങ്ങനെ കറങ്ങുന്നത്, ഒരു ആക്സിസ് ഉണ്ടാവും, നടുക്ക് ഒരു ആക്സിസ് ഉണ്ടാവും, അതിലിങ്ങനെ കടന്ന് കറങ്ങുന്നതിന്, ആ ബോഡി തന്നെ അങ്ങനെ കടന്ന് കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൊട്ടേഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ബോഡി വേറൊരു ഒബ്ജക്റ്റിന് ചുറ്റും കറങ്ങുമ്പോഴാണ് എന്ത് പറയുന്നത്, റെവല്യൂഷൻ. വെൻ ആൻ ഒബ്ജക്ട് ട്രാവൽസ് അറൌണ്ട് അനദർ ഒബ്ജക്ട് ഇറ്റ് ഈസ് നോൺ ആസ് റെവല്യൂഷൻ. റൊട്ടേഷൻ ഇവിടെ ഇരുന്നിട്ട് ആ ബോഡി ഇങ്ങനെ കറങ്ങുന്നു. ഇനി ഒരു ബോഡി വേറൊരു ബോഡീനെ ചുറ്റും കറങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, റെവല്യൂഷൻ എന്ന് പറയും. കാരണം എർത്ത് സ്വന്തം ആക്സിസിൽ ഇരുന്ന് കറങ്ങുന്നത് റൊട്ടേഷനും, എന്നാൽ അത് സൂര്യന് ചുറ്റും കറങ്ങുന്നതിന് നമ്മൾ എന്ത് പറയും, റെവല്യൂഷൻ എന്നും പറയും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്റ്റൈൽ മോഷനാണ്. എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ? ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. വെൻ എ ബോഡി ഈസ് ത്രോൺ അപ്വേർഡ് ഇൻ എ ഡയറക്ഷൻ ഡിഫറെൻറ്റ് ഫ്രം ദ വെർട്ടിക്കൽ, then it is acted upon by acceleration due to gravity and moves along a curved path in a vertical plane. This motion is called projectile motion. അതായത് when a body is thrown upward in a direction different from vertical, നേരെയല്ല ബോഡി എറിയുന്നത്, അതിന് വ്യത്യാസമായിട്ട് എറിയുന്നു, ഇങ്ങോട്ട് എറിയുന്നു. നേരെയല്ല എറിയുന്നത്, ഇങ്ങനെ ആ വെർട്ടിക്കലിന് മാറ്റം വരുത്തി ഇങ്ങനെ എറിയുന്നു. അങ്ങനെ എറിയുമ്പോൾ അടിയിൽ നിന്ന് എന്തുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ, then it is acted upon by acceleration due to gravity. ഭൂമി എന്ത് ചെയ്യുന്ന, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ ഒരു ഫോഴ്സ് അടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എറിയുമ്പോൾ ഇങ്ങനെ പോയിട്ട് പതുക്കെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റൈലായിട്ട് ഇങ്ങനെ ഒരു പരാബോള ഷേപ്പിൽ വന്ന് വീഴും. അതിനെയാണ് ഒരു കർവ്ഡ് പാത്ത്. വെൻ എ ബോഡി ഈസ് ത്രോൺ അപ്വേർഡ് ഇൻ എ ഡയറക്ഷൻ ഡിഫറെൻറ്റ് ഫ്രം വെർട്ടിക്കൽ അല്ല, അതിന് വ്യത്യാസമായിട്ട് ഇങ്ങനെ എറിയുമ്പോൾ ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അടിയിലേക്ക് ഇങ്ങനെ ഫോഴ്സ് അടിയിലേക്ക് വലിക്കുന്നുണ്ട്. മൂവ്സ് അലോങ് എ കർവ്ഡ് പാത്ത്, ഇങ്ങനെ ഒരു കർവ്ഡ് പാത്തിൽ സഞ്ചരിക്കുന്നു. ഈ ഒരു മോഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ദ ഒബ്ജക്ട് ദാറ്റ് ഈസ് ഇൻ ഫ്ലൈറ്റ് ഈസ് കോൾഡ് പ്രൊജക്റ്റൈൽ. ആ എറിയുന്ന സാധനം, ഇപ്പോൾ ഒരു കല്ലാണ് എറിയുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. ആ ഒരു പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു പാത്തില്ലേ, അതിനെ നമ്മൾ ട്രാജക്ടറി എന്ന് പറയും. ദ പാത്ത് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ്, ആ ഒരു പാത്തിന് ആ ഒരു ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും, ഒരു പരാബോളയായിരിക്കും. പരാബോള എന്ന് പറഞ്ഞ ഷേപ്പായിരിക്കും. ഇനി അതിൻ്റെ ഒരു പ്രൊജക്റ്റൈൽ റീച്ചസ് ഇറ്റ്സ് മാക്സിമം റേഞ്ച്, ഗൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വെൻ ഇറ്റ് ഈസ് ആംഗിൾ ഈസ് പ്രൊജക്ഷൻ അറ്റ് 45 ഡിഗ്രി. നമ്മളൊരു നേരെ എറിയല്ല, നമ്മൾ ചെറിയൊരു ആംഗിളിൽ എറിഞ്ഞാൽ അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വീഴും,
നമ്മൾ 45 ഡിഗ്രിയിലാണ് എറിയുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും മാക്സിമം ലെങ്ത്ത് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് പുട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും എറിയുന്നത് ഡിസ്കസ് ത്രോ എന്താണെങ്കിലും നമ്മൾ 45 ഡിഗ്രിയിൽ എറിഞ്ഞാലാണ് അത് മാക്സിമം സഞ്ചരിക്കുക. നമ്മൾ ഇങ്ങനെ എറിഞ്ഞ് നോക്കി, ഇങ്ങനെ എറിഞ്ഞാൽ ഇങ്ങനെ വന്ന് വീഴും. നേരെ എറിഞ്ഞാൽ നേരെ വന്ന് അടിയിക്ക് തന്നെ വീഴുള്ളൂ. ഈ ഒരു ആംഗിളിൽ എറിഞ്ഞാൽ ഇങ്ങനെ വീഴും. പക്ഷെ നമ്മൾ 45 ഡിഗ്രിയിൽ എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യും. അപ്പോൾ അതാണ് ഈ പ്രൊജക്റ്റൈൽ മോഷൻ. അടുത്തത് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എ ബോഡി. ഒരു വലിയൊരു കല്ലിങ്ങനെ ഇരിക്കുകയാണ്, ആ കല്ലിനെ നമ്മൾ ഉന്തി മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ്. എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത്? വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച്. ഒരു കല്ലിങ്ങനെ റെസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അനങ്ങാണ്ടിരിക്കുകയാണ്, അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഒരു ബേസിക് ഫോഴ്സ്, 4 ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതേപോലെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും. അങ്ങനെ 4 ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ ഉണ്ട്. അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത്? ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. പഠിച്ചു വെച്ചോ, അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതേപോലെ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഇനേർഷ്യ എന്നാണ്. ഇനേർഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് ഇനേർഷ്യ. ഇറ്റ് ഈസ് എൻ ഇൻഹറന്റ് പ്രോപ്പർട്ടി ഓഫ് ഓൾ ഒബ്ജക്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. ഒരു ബോഡിയുടെ ഒരു ടെൻഡൻസിയാണ് അനങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ അത് അനങ്ങാണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളത്. ആ ഒരു ടെൻഡൻസിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അനങ്ങാണ്ട് ഒരു ബോഡി ഇരിക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് എപ്പോഴും അനങ്ങാണ്ട് തന്നെ ഇരിക്കാനാണ് ആ ഒരു ടെൻഡൻസി. അല്ലെങ്കിൽ ഒരു ഇപ്പം സ്പേസിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ഒരു ടെൻഡൻസിനെ, ഒരു ബോഡിയുടെ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ എടുക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനൊക്കെ എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറേ ടേംസ് ആണ് പഠിച്ചത്, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുക. ബേസിക് കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്താൽ മതി. റെസ്റ്റ് ആൻഡ് മോഷൻ ആണ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഒരു ബോഡിയുടെ പൊസിഷനിൽ മറ്റ് സറൗണ്ടിങ്സ് കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ചസ് സംഭവിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്റ്റ്. അനങ്ങാണ്ടിരിക്കുന്നു, ഒരു ബോഡി അനങ്ങാണ്ടിരിക്കുന്നു, അത്ര തന്നെ. മോഷൻ എന്ന് പറയുമ്പോൾ ഈ സെറ്റ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ്. ഇപ്പം ഇവിടെ ഇരുന്നൊരു ബോഡി നേരെ അപ്പുറത്തേക്ക് പോകുന്നു. സറൗണ്ടിങ്സ് നോക്കുമ്പോൾ സറൗണ്ടിങ്സിൽ ഇവിടെ ഇരുന്ന ബോഡിയായിരുന്നു, അത് നേരെ മാറി വേറെ സ്ഥലത്തെത്തി. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? മോഷൻ എന്ന് പറയും. പിന്നെ നമ്മൾ മെക്കാനിക്സ് നോക്കി. മെക്കാനിക്സ് പഠിച്ചു വെക്കണം. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് മെക്കാനിക്സ്. പിന്നെ നമ്മൾ നോക്കിയത് ഡൈനാമിക്സ് ആണ്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഡൈനാമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് കോസസ് ആൻഡ് ചേഞ്ചസ്. നിങ്ങൾ ഗൈഡിൽ മെക്കാനിക്സിൻ്റെ മോഷൻ ഓഫ് ഒബ്ജക്ട്സിൻ്റെ അടിയിൽ വരയ്ക്കുക. ഡൈനാമിക്സ് അതിൽ കോസസ് ആൻഡ് ചേഞ്ചസ് ഇൻ മോഷൻ അതിൻ്റെ അടിയിൽ വരയ്ക്കുക. അപ്പോൾ ഡൈനാമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ഓഫ് കോസസ് ആൻഡ് ചേഞ്ചസ് ഇൻ മോഷൻ. പിന്നെ നമ്മൾ നോക്കിയത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ആക്ച്വൽ ലെങ്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് നമ്മളിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ചാലക്കുടി അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തുന്നു? നമ്മൾ എറണാകുളത്ത് എത്തുന്നു. ആ ആക്ച്വൽ ലെങ്ത് ട്രാവൽ ചെയ്തതാണ് എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് പറയുന്നത്. അത് ഡിസ്റ്റൻസ് പറയുന്ന സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിനെന്തേ ഉള്ളൂ? ഉള്ളി മാഗ്നറ്റ് ഡയറക്ഷൻ ഇല്ല. ഡയറക്ഷൻ നമുക്ക് പ്രത്യേകം പറയാൻ പറ്റില്ല, കാരണം വണ്ടി വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതോ ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഈ തൃശ്ശൂർ ഇരുന്ന ബോഡി നേരെ എവിടെ എത്തി? എറണാകുളത്ത് എത്തി. ഒറ്റ ആ ഒരു ചേഞ്ച്, അത് മാത്രം. അപ്പോൾ അതിൽ ഡയറക്ഷൻ ഉണ്ട്, ഏത് ഡയറക്ഷനാണെന്നുള്ളതുണ്ട്. അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതേപോലെ നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ ആദ്യ ഒബ്ജക്റ്റ് ഇനീഷ്യൽ എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു. പിന്നെ എവിടെ എത്തി? എറണാകുളത്ത് എത്തി ഫൈനൽ പൊസിഷൻ. ആ ഒരു ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഇവിടുന്ന് ഇവിടെ എന്ന് പറയുന്ന ആ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇത്ര കിലോമീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ ഡയറക്ഷനും ഉണ്ട്, ഈ ഒരു ഡയറക്ഷൻ. അപ്പോൾ അത് ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. പിന്നെ സ്പീഡും വെലോസിറ്റിയും. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ യൂണിറ്റ് ടൈം ആണെങ്കിൽ വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ്.
മീറ്റർ പെർ സെക്കൻഡ് ആണ്, രണ്ടിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റി. സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ സ്പീഡിൽ ഏത് വന്നു? സ്പീഡിൽ ഡിസ്റ്റൻസ് വന്നു. വെലോസിറ്റിയിൽ വരുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് സ്പീഡിൽ വന്നതുകൊണ്ടാണ് അത് സ്കേലാർ ക്വാണ്ടിറ്റി ആയത്. ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റിയിൽ വന്നുകൊണ്ട് അതെന്തായി മാറി? വെക്ടർ ക്വാണ്ടിറ്റി ആയി മാറി. പിന്നെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആ ഒരു ചേഞ്ച്, പതുക്കെ പോകുന്ന വണ്ടി സ്പീഡ് കൂട്ടി, ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് മൂവിങ് ബോഡി വിത്ത് ടൈം ഈസ് കോൾഡ് ആക്സിലറേഷൻ. ഡീസിലറേഷൻ എന്ന് പറഞ്ഞാൽ അത് കുറയുക. ആക്സിലറേഷൻ്റെ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് മൂവിങ് ബോഡി ഡിക്രീസസ്. അതിനെയാണ് നമ്മൾ ആ ചേഞ്ച് ഇൻ വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടാർഡേഷൻ, ഡീസിലറേഷൻ ഓർ നെഗറ്റീവ് ആക്സിലറേഷൻ. പിന്നെ നമ്മൾ നോക്കിയത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. വളരെ എളുപ്പമാണ്. റൊട്ടേഷൻ, എർത്ത് സ്വന്തം ആക്സിസിൽ കടന്ന് കറങ്ങുന്നത് റൊട്ടേഷൻ. റെവല്യൂഷൻ, എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് റെവല്യൂഷൻ. എളുപ്പമാണ്. പ്രൊജക്റ്റൈൽ മോഷൻ, ഒരു ബോഡി വെർട്ടിക്കലായിട്ടല്ല, വെർട്ടിക്കലിൽ നിന്ന് മാറി ചെറുതായിട്ട് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ മൂവ് ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രൊജക്റ്റൈൽ മോഷൻ. അത് ഗ്രാവിറ്റി അടിയിലേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് ആ ഒരു രീതിയിൽ സഞ്ചരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആ ഒരു എറിയുന്നത് കല്ലിനെയാണെങ്കിൽ, കല്ലാണ് നമ്മൾ എറിയുന്നതെങ്കിൽ കല്ലിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രൊജക്റ്റൈൽ എന്ന് പറയും. പ്രൊജക്റ്റൈലിന് കല്ലാണ് നമ്മൾ എടുത്ത് എറിയുന്നതെങ്കിൽ കല്ലിനെ നമ്മൾ പ്രൊജക്റ്റൈൽ എന്ന് പറയും. ആ ഫോളോ ചെയ്യുന്ന പാത്തിനെ ട്രാജക്ടറി എന്ന് പറയും. എപ്പോഴും അതെന്തായിരിക്കും? ഒരു പരാബോള ഷേപ്പ് ആയിരിക്കും. ആ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അടുത്ത് നോട്ട് ചെയ്ത് വെക്കണം, മാക്സിമം റേഞ്ച് കിട്ടുന്നത് എത്രയാണ്? ഏത് ആംഗിളിൽ എറിഞ്ഞാലാണ്? 45 ഡിഗ്രിയിൽ എറിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുക. പിന്നെ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ്. ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണ്, അതിനെ മാറ്റാൻ ഉപയോഗിക്കുന്നത് സംഭവം എന്താണോ അതിനെ നമ്മൾ എന്ത് പറയും? ഫോഴ്സ് എന്ന് പറയും. 4 ഫോഴ്സ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അങ്ങനെ 4 ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ. അതിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അതേപോലെ ന്യൂക്ലിയർ ഫോഴ്സ് ആണ് എന്ത്? സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. പിന്നെ നമ്മൾ നോക്കിയത് ഇനേർഷ്യയാണ്. ഇനേർഷ്യ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനേർഷ്യ എന്നത് ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ. ആ ഡെഫിനേഷനൊക്കെ എന്തായാലും പഠിച്ചു വെക്കുക. ആ ഒരു റെസ്റ്റിൽ ടെൻഡൻസി, ഒരു ബോഡിയുടെ ടെൻഡൻസി ഒന്നെങ്കിൽ റെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മോഷൻ ആണെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിക്കാണ് നമ്മൾ എന്താ പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഈ വീഡിയോയിൽ. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഓർഡറിൽ തന്നെ എല്ലാ സ്റ്റുഡൻസും കാണുക. അതുപോലെ തന്നെ GKയുടെ ഗൈഡിലാണ് ഈ ഒരു സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ആ സബ്ജക്ട്സ് ഒക്കെ ഉള്ളത് ഈ GKയുടെ ഗൈഡിലാണ്. ആ GKയുടെ ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഗൈഡ് ഓർഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഗൈഡുള്ള സ്റ്റുഡൻസ് ഗൈഡ് വെച്ച് തന്നെ പഠിക്കുക.